ഹായ് നമസ്തേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മുംബൈ മലയാളി. ഞാൻ ജയപ്രകാശ് നിങ്ങളോടൊപ്പം വീണ്ടും കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുകയാണ്. ഇന്ന് പുതിയ ഒരു കണ്ടൻറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വീഡിയോ കാഴ്ചകളിൽ ഉപരി ഇതൊരു കഥയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾ ദയവ് ചെയ്ത് അവസാനം വരെ കേൾക്കുക. ഇതിൻ്റെ ഒരു ഗുണപാഠം അല്ലെങ്കിൽ മോറൽ സൈഡ് എന്താണെന്ന് കമൻ്റായി ചെയ്യുക. നല്ല ഒരു കഥ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായിടത്തോളം കേൾക്കുക. വരൂ കഥയിലേക്ക്. കഥ ഇതാണ്. അതായത് ചുരുക്കത്തിൽ പറയാം, വിവാഹാനന്തരം ഒരു നവവധുവിൻ്റെ അനുഭവങ്ങളാണ് ഇത്. അതായത് വിവാഹാനന്തരം നവവധു ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പം കഥ തുടങ്ങുകയാണ്, കേട്ടോളൂ. ആ, നിങ്ങൾ എത്തിയോ? യാത്രയും താമസവും ഒക്കെ സുഖമായിരുന്നു. ബാഗ് അകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് അരുൺ മൂളി. നിങ്ങൾ കുളിച്ചിട്ട് വരൂ, ഞാൻ ചായ ഇടാം. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ സാവിത്രി പറഞ്ഞു. അരുണും തനുജയും വിവാഹത്തിൻ്റെ പിറ്റേന്നാണ് മൂന്നാറിന് പുറപ്പെട്ടത്. രണ്ടുപേർക്കും ലീവ് കുറവായിരുന്നു. അതുകൊണ്ട് ബന്ധുവീടുകളിൽ വിരുന്നിനൊന്നും പോകാതെ മധുവിധുവിന് തന്നെ മുൻഗണന കൊടുത്തു. അരുണും തനുജയും കുളിച്ചെത്തിയപ്പോഴേക്കും ചായ മേശപ്പുറത്ത് റെഡിയായിരുന്നു. ചായ ഊതി കുടിച്ചുകൊണ്ട് അവൾ യാത്രാവിശേഷങ്ങൾ അവളുടെ അച്ഛനോടും അമ്മയോടും, അതായത് അമ്മായി അച്ഛനോടും അമ്മായി അമ്മയോടും വിവരിച്ചു. ഫോട്ടോസ് എടുത്തത് ടി വിയിലോട്ട് കണക്ട് ചെയ്ത് കാണിക്ക്, സാവിത്രി അരുണിനോടായി പറഞ്ഞു. ഒത്തിരി ഫോട്ടോസ് ഉണ്ടമ്മേ, നാളെ വിശദമായി കാണാം, അരുൺ പറഞ്ഞു. നാളെ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടോ? സാവിത്രി അമ്മ ചോദിച്ചു. പോണോ അമ്മേ, സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ മടിയായി, തനുജയാണ് മറുപടി നൽകിയത്. അരുണിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അമ്മ സാവിത്രി ഒരു പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടൻ്റാണ്. ഒരു പ്രശസ്ത ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് അരുൺ. തനുജ ആശുപത്രിക്കടുത്തുള്ള ഒരു സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ സ്കൂളിലെ ടീച്ചർ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ പെട്ടിയിൽ നിന്നെടുത്ത് അലക്കാനായി മാറ്റിവെക്കുമ്പോഴാണ് അത്താഴം കഴിക്കാനുള്ള സാവിത്രിയുടെ വിളി കേട്ടത്. അരുണുമായി ഊണുമുറിയിൽ ചെന്ന തനുജ കണ്ടത് ആഹാരം കഴിക്കാനുള്ള പാത്രങ്ങൾ തുണി കൊണ്ട് തുടയ്ക്കുന്ന അച്ഛനെയാണ്. തനുജ അരുണിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി. അവിടെ ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. അച്ഛൻ ഇങ്ങ് തരൂ, ഞാൻ തുടയ്ക്കാം, തനു പറഞ്ഞു. വേണ്ട തനു, കുട്ടി പോയി കാസറോൾ എടുത്തുകൊണ്ട് വാ. അപ്പോഴേക്കും അരുൺ കാസറോൾ ഒരു കയ്യിലും മറ്റേ കയ്യിൽ കറിയുമായി എത്തിയിരുന്നു. പിറകെ അമ്മ ഒരു പ്ലേറ്റിൽ കുറേ പഴങ്ങളുമായി എത്തി. അരുൺ എല്ലാവരുടെയും പാത്രത്തിലേക്ക് ചപ്പാത്തി വയ്ക്കുന്നത് അവൾ സാഗൂതം നോക്കി നിന്നു. അവൾക്ക് ഇത് ആദ്യ അനുഭവമായിരുന്നു. ഭക്ഷണം കഴിക്കാൻ നേരം കൈ കഴുകി വരുന്ന അച്ഛനെയും ആങ്ങളെയും എല്ലാവരെയും പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിയിട്ട് മാത്രം കഴിക്കാനിരിക്കുന്ന തൻ്റെ സ്വന്തം അമ്മയെയുമാണ് അവൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ പാത്രത്തിലെ എച്ചിൽ വേസ്റ്റ് ബിന്നിലിട്ട് കഴുകി വെക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുന്നിൽ തെളിഞ്ഞത് മേശപ്പുറത്തെ മുള്ളുകളും ചണ്ടിയും തുടച്ച് വൃത്തിയാക്കുന്ന സ്വന്തം അമ്മയുടെ മുഖമാണ്. ബാക്കി പാത്രങ്ങൾ അമ്മ കഴുകിയപ്പോൾ അച്ഛൻ ഡൈനിങ് ടേബിൾ പുൽത്തൈലം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി. അരുൺ പാതകവും സ്റ്റൗവും തുടച്ചിട്ട് ആ തുണി കഴുകി ഇടുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന തനുജയെ നോക്കി സാവിത്രി പറഞ്ഞു. തനു, ദേ ആ ചൂലെടുത്ത് ഊണുമുറി ഒന്ന് തൂത്തോളൂ. ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു. തനുജ സമയം നോക്കി. 8:30, രാത്രി 8:30. എല്ലാവരും ഓരോ ജോലി ചെയ്തപ്പോൾ പണിയെല്ലാം പെട്ടെന്ന് തീർന്നു. അമ്മ TV ഓൺ ചെയ്ത് ഏതോ ചാനൽ കാണാനിരുന്നു. അച്ഛൻ മൊബൈലിൽ എന്തോ വായിക്കുന്നു. കിടപ്പുമുറിയിലേക്ക് നടക്കുമ്പോൾ തനുജ
തൻ്റെ അമ്മയെ വീണ്ടും ഓർത്തു. അമ്മയിരുന്ന് ടി വി കാണുന്നത് ഇതുവരെ കണ്ടിട്ടേയില്ല അവൾ. ഒരു സിനിമ പോലും മുഴുവൻ കാണാറില്ല അമ്മ. ചിലപ്പോൾ കയ്യിൽ പിച്ചാത്തിയോ തവിയോ ഒക്കെ പിടിച്ച് അടുക്കളയിൽ നിന്ന് ടി വിയിലേക്ക് എത്തി നോക്കുന്നത് കാണാം സ്വന്തം അമ്മ. അമ്മ ഉണരുന്നതും ഉറങ്ങാൻ പോകുന്നതും ഞങ്ങൾ മക്കൾ ആരും കണ്ടിട്ടേയില്ല. കിടക്കാൻ നേരം അരുൺ പറഞ്ഞു, തനു, ഞാൻ അലാം 6 മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിൻ്റെ മൊബൈലിലും അലാം സെറ്റ് ചെയ്യണേ. ഞാൻ അഥവാ ഉറങ്ങിപ്പോയാൽ വിളിച്ചേക്കണേ. എന്തിനാ 6 മണിക്ക് എഴുന്നേൽക്കുന്നേ? ഇവിടുന്ന് 9:30-ക്ക് ഇറങ്ങിയാൽ പോരെ? താൻ നോക്കിക്കോ, നാളത്തെ ഇവിടുത്തെ കാര്യങ്ങൾ. രാവിലെ തനുജ ഉണർന്നപ്പോൾ അരുകിൽ അരുൺ ഇല്ലായിരുന്നു. അവൾ സമയം നോക്കി. 6:30 ആയിരിക്കുന്നു. അലാം ചതിച്ചല്ലോ. പെട്ടെന്ന് തന്നെ അടുക്കളയിൽ ചെന്ന അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അരുൺ ചായ ഇടുന്നു. അച്ഛൻ പുട്ടിന് നനയ്ക്കുന്നു. അമ്മ സവാള അരിയുന്നു. ഹലോ, ഉണർന്നോ? വാ, ചായ കുടിക്കാം. ചായക്കപ്പ് നീട്ടി ചിരിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു. എന്താ എന്നെ വിളിക്കാഞ്ഞേ? അവൾ ചോദിച്ചു. യാത്രാക്ഷീണം ഇല്ലേ? അതാ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത്. അപ്പോഴേക്ക് അച്ഛനും അമ്മയും ചെയ്തുകൊണ്ടിരുന്ന പണി തീർത്ത് ചായക്കപ്പ് കയ്യിലെടുത്തു. ഊണുമുറിയിൽ കസേരയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ അവർ തമ്മിൽ വിശേഷങ്ങൾ കൈമാറുന്നതും ചില രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നതുമെല്ലാം തനുജ കേട്ടിരുന്നു. തൻ്റെ അമ്മ ഇരുന്ന് ചായ കുടിക്കുന്നത് അവൾ കണ്ടിട്ടേയില്ല. സ്വന്തം അമ്മയുടെ കാര്യമാണ് അവൾ ഓർത്തത്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഇടയ്ക്കിടെ കുടിക്കും, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒറ്റ വലിക്ക് കുടിക്കും. അരുൺ എല്ലാവരുടെയും ചായക്കപ്പുകൾ കഴുകാനായി എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അച്ഛൻ ടോയ്ലറ്റിലേക്ക് നടക്കുമ്പോൾ തനുജയോട് ചോദിച്ചു, ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്നാണോ ഊണ്, അതോ ചോറ് കൊണ്ടുപോകുന്നു? ഞാനും സാവിത്രിയും ചോറ് കൊണ്ടുപോകും. എനിക്ക് ഇവിടെ ഭക്ഷണം ഫ്രീയാണ്, അതുകൊണ്ട് കൊണ്ടുപോകേണ്ട. ഉച്ചയ്ക്ക് ഊണിനുള്ള പൊതിയും പെട്ടെന്ന് തന്നെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കി. സാവിത്രി സാവധാനം ഉടുത്തൊരുങ്ങി സുന്ദരിയായി അച്ഛനുമായി ജോലിക്കിറങ്ങുന്നത് തനുജ സകൂതത്തോടെ നോക്കി നിന്നു. അന്ന് സ്കൂളിലേക്കുള്ള യാത്രയിൽ തനുജയുടെ ചിന്തകളിൽ തൻ്റെ അമ്മ ആയിരുന്നു. അടുത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന അരുണിനെ പോലും അവൾ മറന്നു. ഒരിക്കൽ പോലും അധ്യാപികയായ അമ്മ നന്നായി ഒരുങ്ങി സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടേയില്ല. അച്ഛനും ആങ്ങളെയും വീട്ടിൽ നിന്നിറങ്ങുന്നത് വരെ അമ്മ അടുക്കളയിലായിരിക്കും. അവരുടെ മുറികളിലേക്ക് ഷട്ടിൽ സർവീസ് പലതവണ നടത്തും അമ്മ. ഓരോ കാര്യത്തിനും മുറിയിൽ നിന്ന് അമ്മേ, ദീപേ എന്നുള്ള വിളികൾ തന്നെ കാരണം. അടുക്കള ജോലി എല്ലാം തീർന്ന് ഒരു കാക്ക കുളിയും കുളിച്ച് സാരി വാരി വലിച്ചെടുത്ത് അമ്മ ബസ്സിനായി ഓടുന്നത് വീട്ടിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നത് വരെ താനും അമ്മയെ സഹായിക്കാൻ കൂടാറില്ലായിരുന്നു എന്ന സത്യം തനൂജ കുറ്റബോധത്തോടെ ഓർത്തു. താൻ ഇറങ്ങുന്നില്ലേ? അരുണിൻ്റെ ശബ്ദമാണ് തനുജയെ ചിന്തയിൽ നിന്നുണർത്തിയത്. വൈകിട്ട് എങ്ങനെയാ? താൻ തനിയെ പോകുന്നോ അതോ ഞാൻ വന്ന് വിളിച്ചു കൊണ്ട് പോകണോ? വേണ്ട, ഞാൻ പോന്നോളാം, തനുജയുടെ മറുപടി. കാർ മുന്നോട്ടെടുത്ത് അരുൺ കൈവീശി. തിരിച്ചുള്ള തനുജയുടെ കൈവീശൽ തികച്ചും യാന്ത്രികമായിരുന്നു. ആ വീട്ടിലെ വീട്ടുജോലി സംസ്കാരം അവൾക്ക് അത്ഭുതവും കുറ്റബോധവും ഒരുപോലെ നൽകി. അവൾക്ക് സാവിത്രി എന്ന അമ്മായിയമ്മയോട് അതിരറ്റ ബഹുമാനം തോന്നി. മകനെ കൊണ്ട് തിന്ന പാത്രം പോലും കഴിക്കാത്ത തൻ്റെ അമ്മയോട് ഒരു ചെറിയ പിണക്കവും. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ആർക്കും ജോലിക്ക് പോകണ്ടല്ലോ. എന്താ നാളെ ഇവിടുത്തെ പരിപാടി? അലക്കിയ തുണി മടക്കിക്കൊണ്ട് തനുജ അരുണിനോട് ചോദിച്ചു. അത് നാളെ തനിക്ക് കാണാം, ഒരു സർപ്രൈസ്. മടക്കിയ തുണികൾ അലമാരയിൽ തരംതിരിച്ച് വയ്ക്കുന്നതിനിടയിൽ അരുൺ പറഞ്ഞു. തനുവിന് അന്നത്തെ അനുഭവം ശരിക്കും സർപ്രൈസായിരുന്നു. രാവിലെ തന്നെ സാവിത്രി അലക്കാനുള്ള തുണികളെല്ലാം കഴുകാൻ വാഷിംഗ് മെഷീനിലിട്ടു. തനു അപ്പോഴേക്കും ചായ തയ്യാറാക്കി. ചായ കൂടി കഴിഞ്ഞ് 4 പേരും കൂടി നടക്കാനിറങ്ങി. 1 മണിക്കൂറോളം ആ നടപ്പ് തുടർന്നു. തിരിച്ച് വരുന്ന വഴി ഉടുപ്പി ഹോട്ടലിൽ കയറി പ്രാതൽ കഴിച്ചു. അപ്പോൾ ഒരു നേരമെങ്കിലും ഈ അടുക്കള ഒന്ന് അടച്ചിടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആത്മഗതം ചെയ്യുന്ന അമ്മയെ, സ്വന്തം അമ്മയെ തനുജയ്ക്ക് ഓർമ്മ വന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞു. അച്ഛനും അമ്മയും പത്രം വായിക്കുന്നതും വീട്ടുകാര്യവും എല്ലാം ചർച്ച ചെയ്യുന്നതും ഇടയ്ക്ക് തനുജയോട് അഭിപ്രായം ചോദിക്കുന്നതും കണ്ടപ്പോൾ തനുജ മനസ്സിൽ ഓർത്തു,
ഇന്നെല്ലാവരും വളരെ റിലാക്സ്ഡ് മോഡിൽ അമ്മ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് തന്നെ അരുണും തനുജയും ചേർന്ന് അലക്കിക്കിടന്ന തുണികളെല്ലാം വിരിച്ചിട്ടു. ഇന്ന് അടുക്കള ഭരണം അമ്മയ്ക്കാണ്. അച്ഛൻ ഫാനെല്ലാം തുടയ്ക്കുന്നു, അരുൺ ടോയ്ലറ്റ് കഴുകുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ തനുജ മോപ്പെടുത്ത് തറ തുടയ്ക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ ചിന്തകൾ മുഴുവൻ തൻ്റെ അമ്മയെക്കുറിച്ചായിരുന്നു. അടുക്കള ജോലിയെല്ലാം തീർത്തു കഴിഞ്ഞ് ഉതിർത്തു വച്ച തുണിയുമായി അലക്കുകല്ലിനോട് മല്ലിടുന്ന അമ്മയെക്കുറിച്ച് എല്ലാവരും കിടപ്പുമുറിയിൽ കയറുമ്പോൾ തറ തുടയ്ക്കാൻ സമയം കണ്ടെത്തുന്ന സ്വന്തം അമ്മയെക്കുറിച്ച് അവൾ ഓർത്തുപോയി. അന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് തനുജ അരുണിനോട് പറഞ്ഞു, അരുണിൻ്റെ അക്കൗണ്ട് നമ്പർ തരാൻ ഓർക്കണേ. എന്തിനാ, കാശടിച്ചു മാറ്റാനാണോ? ഒരു ചെറുചിരിയോടെ അരുൺ ചോദിച്ചു. സ്കൂളിൽ കൊടുക്കാനാണ്. ഇത്രയും നാൾ എൻ്റെ അക്കൗണ്ടിൽ ആണ് ശമ്പളം വന്നിരുന്നത്. അതിനി അരുണിൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കാമല്ലോ. അതെന്തിന്? അത് നിൻ്റെ അക്കൗണ്ടിൽ തന്നെ വരേണ്ടതല്ലേ? നീ അധ്വാനിച്ച് അതിൻ്റെ പണമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ജോയിൻ്റ് അക്കൗണ്ടുണ്ട്. എല്ലാ മാസവും ആ തുക അച്ഛനും അമ്മയും ഞാനും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വീട്ടിലെ പൊതു ചെലവെല്ലാം ആ അക്കൗണ്ടിൽ നിന്നാണ്. നിനക്കും അങ്ങനെ ചെയ്യാം. അരുണിനെ അത്ഭുതത്തോടെ നോക്കിയ തനുജയുടെ മനസ്സിൽ കൂട്ടുകാരിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ അച്ഛനോട് കാശ് ചോദിക്കുന്ന അമ്മയുടെ രൂപമായിരുന്നു. പിറ്റേന്ന് രാവിലെ തനുജ അടുക്കളയിൽ ചെല്ലുമ്പോൾ സാവിത്രി ചായ ഊറ്റുകയായിരുന്നു. തനുജ പുറകിൽ കൂടി ചെന്ന് സാവിത്രിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ കവളിലൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഞാൻ ഓരോന്ന് കണ്ടും കേട്ടും അത്ഭുതപ്പെടുകയായിരുന്നു. ഒരുമാതിരി ആലീസ് ഇൻ വണ്ടർലാൻഡിലെ പോലെ എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ശരിക്കും അപരിചിതമാണ്. അമ്മ ഒരു മിടുക്കി തന്നെ. തനുവിന് ശരിക്കും മിടുക്കി ആരാണെന്നറിയാമോ? വാ, കാണിച്ചു തരാം. സാവിത്രി അമ്മ സ്വീകരണമുറിയിലേക്ക് അവളെ ആനയിച്ചു. അമ്മ സ്വീകരണമുറിയിൽ പഴയ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അതാണ് ആ മിടുക്കി, എൻ്റെ അമ്മായിയമ്മ. അപ്പോൾ ഈ കഥ ശരിക്കും ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ്. മിക്കവരുടെയും ഭവനങ്ങളിൽ ഈ അനുഭവം ഉണ്ടാകാതിരിക്കാം. പക്ഷേ എല്ലാവരും അവരവരുടെ ഭാഗം അവരവർക്ക് ചെയ്യുവാനുള്ളത് അറിഞ്ഞ് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖവും, അതാണ് കുടുംബം, ഇമ്പമേറിയ കുടുംബം, ഒരു കൂട്ടായ്മ, അതാണ് അല്ലേ? അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. തീർച്ചയായും ഇതിന് ഷെയർ കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു ഗുണപാഠ മോറൽ സ്റ്റോറിയുമായി വീണ്ടും വരുന്നേക്ക് വരെ ഗുഡ് ബൈ.